ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫാഷൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ തംബ്നെയിൽ പോലെ തന്നെ ഈ ഫ്രോക്ക് നൈറ്റി ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇത് കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഫ്രോക്ക് നൈറ്റി എത്രയൊക്കെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കുറേ അധികം നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നുണ്ട്. ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് അടക്കം നമുക്ക് വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. അത്രയധികം നമുക്ക് അതിനുവേണ്ടി ആളുകൾ ഡിമാൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറേ പേർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഒരാൾക്ക് ഇപ്പോൾ ഒരു എന്നും നമ്മൾ വീഡിയോ കണ്ടിട്ട് വേഗം സ്ക്രീൻഷോട്ട് ചെയ്ത് ഞാൻ പറയുന്ന ഒരു ഡിമാൻഡിങ് പ്രൊഡക്റ്റിന് എന്തായാലും ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞോന്ന് ഒരുപാട് മെസ്സേജസ് വരും. അപ്പോൾ ആ മെസ്സേജസ് വരുമ്പോൾ അവർ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ വീഡിയോ കണ്ടിട്ടായിരിക്കും വേഗത്തിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ അത് താഴത്തേക്ക് മേലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും അവർ വിചാരിക്കും കുറെ കഴിഞ്ഞിട്ട് അതിന്റെ കളക്ഷൻസും ചിലപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയും ഞാൻ ഫസ്റ്റ് വന്ന് കണ്ടപ്പോൾ തന്നെ അയച്ചാണ്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് പറയുമ്പോൾ നമ്മൾക്കും സങ്കടമാണ്, അവരെക്കാളും നമുക്ക് സങ്കടമായിരിക്കും. ചിലപ്പോൾ അവർ പറയും എന്നും ഞാൻ കണ്ടിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, നിങ്ങൾ എന്ന് ഫ്രോക്ക് നൈറ്റി ഇടാൻ തുടങ്ങിയോ അന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചിട്ടും ഇതുവരെ എനിക്കത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെക്കാൾ സങ്കടം നമ്മൾക്കുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. എന്താ ചെയ്യുക, പക്ഷെ സ്റ്റോക്ക് ഔട്ട് ആയാൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് തന്നെ പറഞ്ഞേ കഴിയുള്ളൂ. നമ്മൾ എപ്പോഴും അവരുടെ അടുത്ത് നിന്നിട്ട് പറയും എന്തായാലും ഞാൻ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കിട്ടും. എന്തായാലും ഈ ഇത്രയും കിട്ടാത്തവർക്കൊക്കെ കിട്ടിയ ശേഷം മാത്രമേ ഈ ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുള്ളൂ കേട്ടോ. എല്ലാവർക്കും എത്തിക്കാനുള്ള പരമാവധി പരിശ്രമത്തിലാണ്. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് മെറ്റീരിയൽസ് വന്ന് കിടക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ക്വാണ്ടിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ, പുതിയ മെറ്റീരിയലുകൾ വരുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്നതൊക്കെ പുതിയ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത ഐറ്റമാണ്. അത്രയ്ക്ക് അധികം നമുക്ക് സ്റ്റിച്ച് ചെയ്താവാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടും തികയാത്തൊരു അവസ്ഥ വരുന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെ ആയാലും മെറ്റീരിയൽസും വരുന്നുണ്ട്, അതിനനുസരിച്ച് സ്റ്റിച്ചിങ്ങും നടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 വീഡിയോ ഒക്കെ ആയിട്ട് ഇപ്പോൾ അല്ലേ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ഡിഫറെൻറ്റ് പാറ്റേണും ആയിട്ട് നമ്മൾ ഫ്രോക്ക് നൈറ്റി മാത്രമാണ്. അതെ, ഈ ആഴ്ച വേണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രോക്ക് നൈറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കിട്ടട്ടെ, എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തോ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പുതിയ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒന്നും നമ്മൾ റിപ്പീറ്റേഷൻ വരുന്നില്ല. പുതിയ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അതെ, ജസ്റ്റ് ഡിസൈനിലും പ്രിന്റിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. കളർ പാറ്റേൺ ആ ഒരു റെഡ്, മെറൂണ്, ബ്ലൂ അതിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു അജ്രാക്ക് പ്രിന്റ് പോലെ തോന്നിപ്പിക്കുന്ന ഈ ഒരു ഐറ്റത്തിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വേറെ പ്രിന്റ് വരുമ്പോൾ കാളും നമുക്ക് കൂടുതൽ മൂവ്മെന്റ് ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ ആണ്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 ദിവസം ഗ്യാപ്പ് ഇട്ടത് ഇത്രയധികം മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു കാരണം കൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് ഇട്ടത്. സ്റ്റോക്ക് ഔട്ട് ആണെങ്കിലും നമ്മൾ ആ ഒരു റിപ്ലൈ നിങ്ങൾക്ക് നൽകണമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് അതിനൊരു റിപ്ലൈ ഇല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അതെ ഒരു പ്രതികരണം ഇല്ലാന്ന് നിങ്ങളും വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടത്. ഇത്രയും മെസ്സേജ് കിടക്കുമ്പോൾ പിന്നെയും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഈ മെസ്സേജ് അയച്ചവരൊക്കെ പിന്നെ അവിടെ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ചാനൽ ഇത്രയും ഇരുന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫുള്ളായി കണ്ട് നിങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പറയേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. എന്നിട്ടും കുറച്ചധികം മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തൊക്കെയായാലും ഇന്ന് വന്നിട്ടുള്ളതും ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ തന്നെയാണ്. നമ്മുടെ ഫുൾ ഫ്രോക്ക് നൈറ്റിയാണ് വന്നിട്ടുള്ളത്. 290 ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. ഒന്ന് എടുക്കുമ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും. ഒന്നിൽ കൂടുതൽ എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത്. പരമാവധി ഒന്നിൽ കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ 25K പ്രമാണിച്ചിട്ട് നമ്മൾ ഫുൾ ഫ്രോക്കിൻ്റെ, അതായത് മാക്സി ഗൗണിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 390 ഫ്രീ ഷിപ്പിങ്ങിനും. അതും നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറേ പേർക്കും റിബുള്ള ടൈപ്പായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അതായിരുന്നു വേഗത്തിലുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അത് നമ്മൾ കൂടുതലായിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ആ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് നമ്മൾ 2 പേർക്ക് കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യാം. നൂർനീസ 7586 ആണ് ഫസ്റ്റ് വിന്നർ. അവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ജനൂസ് വേൾഡ് ആണ്
രണ്ടാമത്തെ വിന്നർ. അതിന് നമ്മളായിട്ട് നമ്മുടെ താഴെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുക കേട്ടോ. ഇനി നിങ്ങളുടെ ഇതുവരെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക. അടുത്ത ഭാഗ്യശാലി നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലേക്ക് പോവാം. ഇൻട്രോ മാത്രം ഇപ്പൊ കൂടുതൽ ഇപ്പൊ ഇൻട്രോ മാത്രം കുറച്ച് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ വീഡിയോയിലേക്ക് പോവാൻ എന്തൊക്കെ കാരണങ്ങൾ എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റത്തെ കളക്ഷൻ ഇതാ ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു റൗണ്ടിലുള്ളൊരു ഫ്ലവർ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു വി നെക്ക് പോലത്തെ ഒരു ഇതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്ക്വയർ നെക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രാവശ്യം ഒരു വി നെക്ക് പോലെയാണ് നെക്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു 55ഓളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഫുൾ ലെങ്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റാണ് വന്ന് താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് സ്ക്വയറിന് ഒരു വി നെക്ക് കൊടുത്തിട്ടുള്ളത്. ടൈ ചെയ്യാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. നല്ല റെഡ് കളറിലാണ്, അതിൽ ചിക്കു കളറാണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 290 ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്ന റേറ്റ്. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ സെയിം പ്രിന്റിൽ തന്നെ നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ കോഫി മെറൂണും കൂടിയിട്ടുള്ളൊരു ടൈപ്പാണ്. ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഒരു 55ഓളം ലെങ്ത് ആക്കിയിട്ടുണ്ട്. ഫുൾ ലെങ്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് ഫ്രിൽസിൻ്റെ വി നെക്കാണ്. ടൈ ചെയ്യാനുള്ള സംഭവമുണ്ട്. സെയിം സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കളർ പാറ്റേണും വന്നതൊക്കെ കളറൊക്കെ ഒന്ന് തന്നെയാണ്. ജസ്റ്റ് പ്രിന്റുകളൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്യുന്ന പ്രിന്റ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഫ്ലവേഴ്സ് ആണ്. സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ വ്യക്തമായി സ്ക്രീൻഷോട്ട് ചെയ്യുക. ഒരേ കളർ പാറ്റേൺ ആണ് വരുന്നത്. ജസ്റ്റ് പ്രിന്റിൽ മാത്രം വ്യത്യാസം. അപ്പോൾ നമുക്ക് പ്രിന്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് വ്യക്തമായി എടുക്കുക കേട്ടോ. പിന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2-3 ഒക്കെ ആയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ തന്നെ സെയിം നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. പ്രാവശ്യം ആ സ്ക്വയർ നെക്ക് മാറ്റിയിട്ട് ഒരു വി നെക്കായിട്ട് നമ്മളത് ആക്കിയിട്ടുണ്ട് കേട്ടോ. സെയിം തന്നെയാണ്. താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അതിലും വി നെക്കാണ്. ഈ ഒരു പാറ്റേണിലാണ് വി നെക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാറ്റേൺ നമ്മൾ വി നെക്കിലാണ് കൊടുത്തിട്ടുള്ളത്. സെയിം 3/4 സ്ലീവ് വരുന്നുണ്ട്. താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ടൈ ചെയ്യാനുള്ള സംഭവം കൊടുത്ത് ഈ ഒരു കളറാണ് കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല രസമുള്ള പാറ്റേൺ ആണ്. ഈ ഒരു 3 കളേഴ്സാണ് ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു വേറൊരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫ്ലവേഴ്സ് പോലെ തന്നെ വേറൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത്. നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. റിബ് വെക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വെക്കാനും റിബ് ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ഇപ്രാവശ്യം നോർമൽ സ്ലീവ് കൊണ്ടുവന്നിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുക്കുന്നത് ഒരു 52 ഒക്കെ തന്നെയാണ് ഇത് ലെങ്ത് വരിക. ഫസ്റ്റ് വൺ ആണ് 55ൻ്റെ അടുത്തൊക്കെ വരിക. ഇതൊരു 52-53 ആ ഒരു ലെങ്ത് ആണ് വരുന്നത്. 3/4 സ്ലീവ് കൊടുത്തിട്ടുണ്ട്. സെയിം ടൈ ചെയ്യാനുള്ള സംഭവം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഈ ഒരു വർക്കാണ്, ഈ ഒരു പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും 55 ഒരു ലെങ്ത് എന്താ പറയുക വേണമെന്ന് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ 2 ലെങ്ത്തിലുള്ളതും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല നേവി ഷെയ്ഡാണ്. സെയിം ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ നേവി ഷെയ്ഡ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സ്, നല്ല പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളറിനും ഈ ഒരു ഇതിലെ ഡിഫറെൻറ്റ് പ്രിന്റിനൊക്കെ നമുക്ക് ഇത്രയധികം ഡിമാൻഡിങ് വരുന്നത്. പിന്നെ നമ്മുടെ റേറ്റ്, കുറേ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ കൂടി അവർ കുറേ പ്രഗ്നന്റ് ലേഡീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ഫ്രീ സൈസ് ആയിട്ടുള്ളൊരു ഫ്രോക്ക്. അത്യാവശ്യം മിക്കവാറും പേരും നെയ്റ്റി യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്, മാക്സി യൂസ് ചെയ്യാത്ത ഒരു ആൾക്കാരാണ്. ഈ ഒരു സമയത്തിനാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു കുറച്ചൊരു ട്രെൻഡിങ് കൂടി വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഓൺലൈനിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്. അപ്പോൾ ഈ സെർച്ച് ചെയ്തിട്ട് അവർക്ക് അഫോർഡബിൾ റേറ്റിന് വേണം, അത്യാവശ്യം ലെങ്ത്ത് വേണം, കണ്ടോന്ന് വെച്ചൊരു ഫ്രോക്കിൻ്റെ ലുക്കും വേണം. അപ്പോൾ ആ ഒരു ഇതിൽ അവർ കുറേ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങളുടെ ചാനൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, എന്തായാലും ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, കുറേ പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞു, കുറേ പേർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ വരിക കേട്ടോ. നെക്സ്റ്റ് അവർക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് നമ്മൾ കൊണ്ടുവരുന്നത് 2 സൈഡ് സിബായിട്ടുള്ള കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ആഴ്ചയായിട്ട് ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. സ്ക്വയർ നെക്ക് തന്നെയാണ് അതിൻ്റെ പ്രിന്റിൽ. നല്ല റെഡ് കളർ കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റ്, നല്ല രസമുള്ള റെഡ് കേട്ടോ. ഇതിൻ്റെ ഒരു ലെങ്ത് ഒരു 52-53 ആ ഒരു ലെങ്ത് ആണ് വരിക കേട്ടോ.
ഈ ഒരു പ്രിന്റിൽ ഈ ഒരു 3 കളേഴ്സാണ് അവൈലബിൾ. 4 പ്രിന്റിലാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ട് 3 കളേഴ്സ് വെച്ചിട്ട് കേട്ടോ. നെക്സ്റ്റ് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ്. നല്ല നേവി ബ്ലൂയിലാണ് വന്നത്. സ്ക്വയർ നെക്കാണ്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതും ഒരു 53 ഒക്കെയാണ് ലെങ്ത് വരുന്നത്. ഇതല്ലേ ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് താഴ്ഭാഗത്ത് ഫ്രീസ് കൊടുത്തിട്ട് സ്ക്വയർ നെക്കാണ്. ടൈ ചെയ്യാനുള്ള സംഭവമൊക്കെ കൊടുത്തിട്ട് 3/4 സ്ലീവ് ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല അതിൻ്റെ തന്നെ നല്ല റെഡ് ചില്ലി ഷെയ്ഡ് കേട്ടോ. അതിൽ ബ്ലാക്ക് ഫ്ലവേഴ്സും കൂടി കൊടുത്തപ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ല രസമുള്ള കളറും. നെക്സ്റ്റ് നല്ല ഇതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ ബ്ലാക്ക് ഫ്ലവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള കളർ പ്രിന്റ്. ഈ ഒരു പ്രിന്റിൽ ഈ ഒരു 3 കളേഴ്സാണ് അവൈലബിൾ. പരമാവധി ഒന്നിൽ കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഒന്നിന് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്ന പ്രിന്റ് ഇതുപോലത്തെ ഒരു നല്ലൊരു പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു നല്ല നേവി ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇത് 56ഓടെ ഒരു 55 ലെങ്ത് ഉണ്ട് കേട്ടോ. 55-56 അധികം ലെങ്ത് വരുന്നത്. താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. 2 ഐറ്റം 53 ആ ഒരു 52 ആ ഒരു ലെങ്ത്തിലും 2 ഐറ്റം ഒരു 55-56 ലെങ്ത്തിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. സ്ക്വയർ നെക്ക് വി നെക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൈ ചെയ്യാനുള്ള സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്രിന്റും പാറ്റേണും ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള മെറൂണിൽ നല്ല ഭംഗിയുള്ള ഹൈലൈറ്റ് ചെയ്ത ചിക്കു കളറിലാണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫൈനലി അതിൻ്റെ തന്നെ റെഡ്. പിന്നെ കുറേ പേർക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ടും അവരൊരു സമയത്തായിരിക്കും മെസ്സേജ് ചെയ്ത് നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയധികം മെസ്സേജ് നോക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട്. അവർക്ക് ചിലപ്പോൾ അവർ ഓൺലൈനിൽ നിന്ന് പോയിട്ടുണ്ടാവും. എന്നിട്ട് കൂടി നമ്മൾ അവരുടെ മെസ്സേജ് എടുത്ത് അവർ അയച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ കോൾ ചെയ്ത് അവരെ നമ്മൾ ഓൺലൈനിൽ കൊണ്ടുവന്ന് അവരുടെ ആ ഡീറ്റെയിൽസ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് പർച്ചേസ് ചെയ്യുന്ന, കുറേ പേര് വിളിക്കുക ആ സമയത്ത് ഫോൺ എടുക്കാതെ കുറേ പേര് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ കഴിയുന്നു അത് അത്രയധികം നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, അത്രയധികം എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നത് നല്ല റെഡ് കളറാണ്. സെയിം നല്ല രസമുള്ള റെഡ്. അതിൽ നല്ല ഭംഗിയുള്ള ഇതുപോലെ ചിക്കു ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ 3/4 സ്ലീവ് വരുന്നുണ്ട്. വി നെക്കാണ് വന്ന് ടൈ ചെയ്യാനുള്ള സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് കോളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ അല്ലാന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. കാരണം നമുക്ക് മെസ്സേജ് നിങ്ങൾ നോക്കാതാവുമ്പോൾ ഒരിക്കലും ഫോൺ ചെയ്യരുത്. അപ്പോൾ ഫോൺ ചെയ്യുമ്പോഴും നിങ്ങളുടെ മെസ്സേജ് പിന്നെയും മുകളിൽ പോയി കിടക്കുകയാണ് ചെയ്യുക. നമ്മൾ സീനിയോറിറ്റി പ്രകാരമുള്ള മെസ്സേജസ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. കോളിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇനി മെസ്സേജ് അയച്ച് നമ്മൾ റിപ്ലൈ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും കോൾ ചെയ്യരുത്. എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ മനസ്സിലാക്കുക. നമ്മൾ ഇത്രയധികം ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നുണ്ട്. അത്രയധികം ആവശ്യക്കാരുള്ളത് കൊണ്ടാണ് വേഗത്തിൽ അത് സ്റ്റോക്ക് ഔട്ട് ആവുന്നത്. എന്തൊക്കെയായാലും നമ്മൾ ഡിമാൻഡിങ് പ്രോഡക്റ്റ് നമ്മൾ ഇനിയും പ്രീ സ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക മനസ്സിലാക്കുക. 290 ആണ് റേറ്റ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഒന്ന് എടുക്കുമ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. TTDC പോസ്റ്റൽ സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും അവൈലബിൾ അല്ല. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് അതിൽ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഡിമാൻഡിങ് പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോൻ്റെ ലിങ്ക് ഇടുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമുക്ക് അതിനൊക്കെ പോസിബിൾ ആയിട്ടില്ല സമയങ്ങളിൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് വരുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നത്. ടേക്ക് കെയർ. ബൈ ബൈ.